കേരളത്തിലെ കോൺഗ്രസിൽ KPCCയിൽ പുനഃസംഘടന നടക്കുമോ? പുനഃസംഘടന ആവശ്യമുണ്ടോ? വലിയ ചർച്ചകൾ ഇപ്പോൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രമുഖ മാധ്യമങ്ങളെല്ലാം പുനഃസംഘടന നടക്കും എന്ന് പറയുന്നുണ്ട്. പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മനോരമയും മാതൃഭൂമിയും. എന്തുകൊണ്ടാണ് പുനഃസംഘടന? ആ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. പുതുരക്തം കോൺഗ്രസിനകത്തേക്ക് വരണം, കോൺഗ്രസിന് കൂടുതൽ ഊർജ്ജസ്വലത നൽകണം. ഇതൊക്കെയാണ് ഈ മാധ്യമങ്ങൾ പറയുന്ന കാരണങ്ങൾ. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വാർത്ത. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ ആരും പുനഃസംഘടനയെക്കുറിച്ച് പരസ്യമായി അഭിപ്രായം പറയുന്നില്ല. പുനഃസംഘടന വേണ്ട എന്ന നിലപാട് ഉള്ളവർ ആ അഭിപ്രായം പറയുന്നുമുണ്ട്. എന്തിനാണ് പുനഃസംഘടന? ആർക്കാണ് പുനഃസംഘടന വേണ്ടത്? ഈ ചോദ്യവും കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട്. പുനഃസംഘടന വേണമെന്ന് പറയുന്നവർ ഒരു വിഭാഗക്കാർ മാത്രമാണ്. അത് VD സതീശൻ പക്ഷമാണ്. പുനഃസംഘടന നടത്തി കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കണം. ഇതാണ് VD സതീശനും VD സതീശനെ അനുകൂലിക്കുന്നവരും ആഗ്രഹിക്കുന്നത്. അതിന് K സുധാകരനെ മാറ്റണം. അതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതിന് K സുധാകരന് ആരോഗ്യമില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അസുഖമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിലെ KPCCയെ നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ചർച്ചകൾ നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ ഈ വിഭാഗം നടത്തുന്നുമുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ രണ്ട് വിഭാഗം രൂപപ്പെട്ട് കഴിഞ്ഞു. ഒന്ന് VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന വിഭാഗം. അവരുടെ ആവശ്യം K സുധാകരൻ മാറണം എന്നാണ്. എന്നാൽ K സുധാകരൻ മാറണ്ട എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും രൂപപ്പെട്ടിട്ടുണ്ട്. അത് നേതൃത്വം കൊടുക്കുന്നത് രമേശ് ചെന്നിത്തല, K മുരളീധരൻ, അതേപോലെ തന്നെ A ഗ്രൂപ്പുമാണ്. K മുരളീധരൻ നിലപാട് വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു മാറ്റവും ആവശ്യമില്ല. കേരളത്തിൽ ഒരു മാറ്റവും, കോൺഗ്രസിനകത്ത് ഒരു മാറ്റവും വേണ്ട, നേതൃത്വം ഇതുപോലെ തുടരണം എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. എന്തിനാണ് പുനഃസംഘടന എന്ന ചോദ്യം തിരിച്ചു ചോദിക്കുന്നു K മുരളീധരൻ. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. അല്ല, നിലവിലുള്ള നേതൃത്വത്തിന് എന്താ കുഴപ്പം? എന്താ അല്ല, ചേലക്കരയിൽ 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം 12,000 ചുരുങ്ങി. പാലക്കാട് ഞങ്ങളുടെ ഭൂരിപക്ഷം 3 ഇരട്ടിയായി, 3 അല്ല 4 ഇരട്ടിയായി. അത് തന്നെയാണ് വയനാട്ടിലുണ്ടായത്. അപ്പോൾ ഇതേ KPCC നേതൃത്വം തന്നെയാണ് ഇതിനൊക്കെ മുൻതൂക്കം നൽകിയത്. അതുകൊണ്ട് KPCCയിലോ പാർലമെന്ററി പാർട്ടിയിലോ മാറ്റം വരേണ്ട ഒരു കാര്യമില്ല. അല്ല, ഇപ്പൊ യുവാക്കൾ, എല്ലാവരും യുവാക്കൾ തന്നെയാണ്, ഞങ്ങൾ യുവാക്കൾ. K മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പരസ്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും A ഗ്രൂപ്പ് നേതാക്കൾക്കും ഇതേ അഭിപ്രായമാണ്. A ഗ്രൂപ്പിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുമെങ്കിൽ പുനഃസംഘടന ആയിക്കോട്ടെ എന്ന നിലപാട് ഏതാനും A ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നുമുണ്ട്. A ഗ്രൂപ്പിൽ നിന്ന് ഒരാളെയാണ് KPCC പ്രസിഡന്റായി കണക്കാക്കുന്നത്, കാണുന്നത് എന്ന വാർത്തകളും ഇതിനകം തന്നെ വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഒന്ന് ആന്റോ ആന്റണിയാണ്, പത്തനംതിട്ട MP. മറ്റൊരാൾ ബെന്നി ബെഹനാനാണ്. രണ്ടുപേരും ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ളവരാണ്, ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഇവരെ KPCC പ്രസിഡന്റാക്കുന്നതിലൂടെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ നേതാക്കളില്ല കോൺഗ്രസ് നേതൃത്വത്തിൽ എന്ന ആരോപണം ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, AK ആന്റണി ഉണ്ടായിരുന്നു. അതുപോലെ ഒരു നേതാവ് ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ല. അത് ഇതുവരെ ഇല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാൾ KPCC പ്രസിഡന്റ് ആകണം എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A ഗ്രൂപ്പിനാണ് സാധ്യത കൂടുതൽ. ആന്റോ ആന്റണിയോ ബെന്നി ബെഹനാനോ? ആന്റോ ആന്റണിക്കാണ് സാധ്യത കൂടുതൽ എന്നാണ് A ഗ്രൂപ്പ് നേതാക്കൾ തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ A ഗ്രൂപ്പ് പുനഃസംഘടനയോടൊപ്പം നിൽക്കും. അതല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ, കൊടിക്കുന്നിൽ സുരേഷ് പോലെയുള്ള ആളുകളാണ് വരുന്നത് എങ്കിൽ A ഗ്രൂപ്പ് എതിർക്കാനാണ് സാധ്യത എന്ന് പറയുന്നു. കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, A ഗ്രൂപ്പ് എതിർക്കും. രമേശ് ചെന്നിത്തല എതിർക്കും. അതേപോലെ തന്നെ K മുരളീധരൻ വിഭാഗവും K മുരളീധരനും എതിർക്കും. നേതൃമാറ്റം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കും. അപ്പോൾ K സുധാകരനെ അനുകൂലിക്കുന്നവരുടെ നിലപാട് എന്തായിരിക്കും? K സുധാകരൻ മാറണമെങ്കിൽ സ്വാഭാവികമായും VD സതീശനും മാറണം. കഴിഞ്ഞ ഇലക്ഷനിൽ അതല്ലെങ്കിൽ VD സതീശനും K സുധാകരനും നേതൃസ്ഥാനത്ത് വന്നതിന് ശേഷം പാർട്ടിക്കുണ്ടായ നേട്ടങ്ങൾ, ഇലക്ഷൻ വിജയങ്ങൾ എല്ലാം KPCC നേതൃത്വത്തിന്റെ കൂടെ ഇടപെടലോട് കൂടിയാണ്. അതെങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് VD സതീശന് മാത്രം അതിന്റെ ക്രെഡിറ്റ് പോകുക? ഈ ചോദ്യം സ്വാഭാവികമായും K സുധാകരനെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് മാറുന്നുണ്ടെങ്കിൽ രണ്ടുപേരും മാറണം. ഇതാണ് K സുധാകരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്.
അതിൽ ഒന്ന് പതറിയിട്ടുണ്ട് വി.ഡി. സതീശൻ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. എന്നിരുന്നാലും പുനഃസംഘടന വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അത് കെ സുധാകരനെ മാറ്റാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് വി.ഡി. സതീശൻ വിഭാഗം ഇപ്പോഴും തുടരുന്നത്. അതനുസരിച്ചുള്ള നീക്കങ്ങൾ വി.ഡി. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. എ ഗ്രൂപ്പിനെ കൂടെ നിർത്താൻ, എ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പ്രസിഡന്റ് ആയിക്കോട്ടെ എന്ന നിലപാട് വരെ വി.ഡി. സതീശൻ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന ചർച്ചകളും വരുന്നുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും കെ മുരളീധരനും ഇതിനെ എത്രമാത്രം ചേർത്ത് നിൽക്കാൻ കഴിയും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിനകത്ത് പുനഃസംഘടന വരികയാണെങ്കിൽ അത് കോൺഗ്രസിൽ വലിയ തമ്മിലടിക്കും, പുതിയ ഗ്രൂപ്പുകൾ രൂപം കൊള്ളാനും ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിക്കും കാരണമാകും, അല്ലെങ്കിൽ ഗ്രൂപ്പ് യുദ്ധത്തിനും കാരണമാകും. അതിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്.